മാസപ്പടി വിവാദത്തിലെ ഓരോ നീക്കവും പ്രതിപക്ഷവും കേന്ദ്രവും അടക്കം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്നത്. എന്നാൽ വീണ വിജയൻ ഹർജിയുമായി കർണാടകത്തിലേക്ക് കടന്നതിന് പിന്നിൽ അറസ്റ്റിനോടുള്ള ഭയം മാത്രമായിരുന്നില്ല എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എക്സാലോജിക്കിന്റെ കർണാടക ഹൈക്കോടതിയിലെ നിയമ നീക്കത്തിന് പിന്നിൽ രണ്ട് കാരണങ്ങളാണുള്ളത്. കേരളത്തിലെ ഹൈക്കോടതിയിൽ ഹർജിയുമായി എത്തിയാൽ അതിരൂക്ഷ പരാമർശമുണ്ടാകും. കേരളത്തിലെ സാഹചര്യവും വാർത്തകളുമെല്ലാം കേസിനെ സ്വാധീനിക്കും. എന്നാൽ കർണാടകത്തിലേക്ക് കേസ് മാറുമ്പോൾ അതിന് മറ്റൊരു തലം വരും. കേരളത്തിലെ വാർത്താ കോലാഹലമൊന്നും കർണാടകയിൽ ആരും അങ്ങനെ അറിയില്ല. മലയാളികൾ മാത്രമാകും കർണാടകയിൽ ഇരുന്ന് കേരളത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ബാഹ്യസ്വാധീനം കേസിൽ ഉണ്ടാകില്ലെന്നും വീണയ്ക്കായി നിയമോപദേശം നൽകിയവർ വിലയിരുത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്താൽ അതിൽ അനുകൂല വിധി ഉണ്ടാകില്ലെന്ന വിലയിരുത്തലിലായിരുന്നു കർണാടകയിലെ നിയമനീക്കത്തിലെ മറ്റൊരു കാരണം. ഇതിനൊപ്പം എക്സാലോജിക്കിന് കേരളത്തിൽ ബന്ധമില്ലെന്ന് വരുത്താനുള്ള തന്ത്രവും. എക്സാലോജിക്കിന്റെ രജിസ്ട്രേഡ് വിലാസം തിരുവനന്തപുരത്തെ AKG സെന്ററാണ്. കമ്പനി ഡയറക്ടർ താമസിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ ക്ലിഫ് ഹൗസ് എന്ന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ. ഇവിടെ പരിശോധനയ്ക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തീരുമാനിച്ചിരുന്നു. അത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ പാർട്ടി CPM-നും നാണക്കേടാണ്. അതുകൊണ്ടാണ് ബംഗളൂരുവിലാണ് വിലാസമെന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ എക്സാലോജിക്ക് കർണാടകയിൽ ഹർജി നൽകുന്നത്. ഇനി കർണാടക അഡ്രസ്സിൽ മാത്രമേ വീണയെ ബന്ധപ്പെടാൻ SFIOയ്ക്ക് കഴിയൂവെന്നാണ് വിലയിരുത്തൽ. AKG സെന്ററുമായി തനിക്ക് നിലവിൽ ബന്ധമില്ലെന്ന് അറിയിക്കുക കൂടിയാണ് ഫലത്തിൽ വീണ വിജയൻ. ഇതിനൊപ്പം തനിക്ക് ക്ലിഫ് ഹൗസ് വിലാസത്തിലും ആരും ഒന്നും അയക്കേണ്ടതില്ലെന്ന് പറഞ്ഞു വെക്കുന്നു. ഇതാണ് കർണാടക ഹർജിയിലൂടെ വീണ കേരളത്തോടും SFIOയോടും പറയുന്നത്. ഏത് അഡ്രസ്സിൽ വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് അയക്കണമെന്ന ആശയക്കുഴപ്പം അന്വേഷണ ഏജൻസിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. വീണ വിജയന്റെ താമസ സ്ഥലം കണ്ടെത്താൻ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണത്തിലുമായിരുന്നു. എന്നാൽ ഇനി SFIOയ്ക്ക് കർണാടകയിലേക്ക് നോട്ടീസ് അയക്കേണ്ടി വരും. ശരിക്കു പറഞ്ഞാൽ കേരളത്തിൽ CPM-നെയും AKG സെന്ററിനെയും വിഷയത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള ഒരു നീക്കം കൂടിയായിരുന്നു വീണ കർണാടകത്തിൽ ഹർജി നൽകിയതിലൂടെ ഉദ്ദേശിച്ചത് എന്ന് പറയാം.